ഹായ് ഹായ് ഹായ്. ആരാ സുന്ദരി? ഞങ്ങളെ കാന്താരി പെണ്ണ് കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയ സാരിയൊക്കെ ചുറ്റി കൂടുതൽ മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങി റെഡി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഇൻട്രോ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച നടന്ന് വലിയൊരു പരിപാടിൻ്റെ കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷം എന്താണെന്ന് കാണണ്ടേ? നമുക്ക് ഞായറാഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതാ തൊട്ടപ്പുറത്തെ പറമ്പിൽ ഇതാ പന്തലൊക്കെ കെട്ടിയിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പന്തലാണ് കേട്ടോ അത്. അപ്പോൾ ഇത് കല്യാണം ഒന്നല്ല കേട്ടോ, ഇത് വീട്ടിൽ കൂടലിൻ്റെ പാർട്ടി നടത്താനുള്ള പന്തലാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കൂടൽ ആരുതാന്ന് അറിയണ്ടേ? ഇതാ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീടായ പ്രസാദേട്ടൻ്റെ ഫ്രണ്ടായ പ്രകാശേട്ടൻ്റെ ഷിജീൻ്റെ വീടാണ് കേട്ടോ. ഇതാണ് വീട്. പിന്നെ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് കഴിഞ്ഞ 10-ാം തീയതി തിങ്കളാഴ്ചയായിരുന്നു കേട്ടോ. പുലർച്ചയ്ക്ക് ഗണപതി ഹോമം കഴിഞ്ഞിട്ട് രാവിലെ 9-നും 10-നും ഇടയ്ക്കായിരുന്നു കേട്ടോ പാല് കാച്ചൽ ചടങ്ങ്. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ ഈ സംഭവം. പാല് കാച്ചുന്നതിൻ്റെ മുൻപ് അടുപ്പിൻ്റെ തിണ്ണയിൽ പുതിയ മൺകലത്തിൽ അരിയും ഉപ്പും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ല. അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ പാല് കാച്ചുന്ന വീഡിയോൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണേ. അപ്പോൾ വീട് ഞാൻ ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അധികം ആൾക്കാരില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചയല്ലെന്ന് വീട്ടിൽ കൂടൽ, ഞാനൊരു വ്യാഴാഴ്ചയാണ് ഞാൻ വീടിൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസുകൾ ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഷിജിനോട് പറഞ്ഞിട്ട് വീടൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഒന്ന് വാതിലൊക്കെ തുറന്ന് തന്നിങ്ങനെ കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലൊക്കെ വിരുന്നുകാരൊക്കെയോ ഉണ്ട്. ഇപ്പോൾ ഇതാ ഹാളിലേക്ക് വന്നാൽ അത്യാവശ്യം വിശാലമായ ഹാളാണ് കേട്ടോ. ഈ ഹാളിലൊരു ചുവർച്ചിത്രമുണ്ട്, അത് ഞാൻ വേറെ തന്നെ കാണിച്ചു തരാം. പിന്നെ ഹാളിൻ്റെ അടുത്തൊരു മാസ്റ്റർ ബെഡ്റൂമുണ്ട്. ബെഡ്റൂമിലൊക്കെ ആരൊക്കെ വിരുന്നുകാരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ. പിന്നെ ഇതാ ഹാളിൽ നിന്ന് നേരെ മുകളിലേക്ക് സ്റ്റെയർ കേസ്, പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു ബാത്റൂമും, പിന്നെ ഇതാ തൊട്ടിപ്പുറത്തായിട്ട് കുട്ടികൾക്കായിട്ടുള്ളൊരു ബെഡ്റൂമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ അടുക്കളേൻ്റെ അടുത്തൊരു ചെറിയ ഡൈനിങ് ഹാള്, പിന്നെ അടുക്കള. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വലിയ വീടൊന്നുമല്ല, പക്ഷേ ഒരു കുഞ്ഞു ഫാമിലിക്ക് ജീവിതകാലം മുഴുവൻ താമസിക്കാൻ പറ്റിയ ഒത്തൊരു വീട്. കുഞ്ഞു വീടും അല്ല, വലിയ വീടും അല്ല, നല്ലൊരു ഒത്തൊരു വീട്. ഇതാണ് അടുക്കളയിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ പാചകത്തിലും വാചകത്തിലൊക്കെയാണ് കേട്ടോ. പിന്നെ അടുക്കളയിൽ തന്നെ ഒരു ചെറിയൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ് സൗകര്യമല്ല, ബാത്റൂം കുളിക്കാൻ വേണ്ടി മാത്രമല്ല. അതിവിടെ മൊത്തത്തിൽ എല്ലാ വീടുകൾക്കും അങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ മുറ്റൊക്കെ നല്ല വിശാലമാക്കി വലിയ മുറ്റാക്കി ഒക്കെ കെട്ടിയിട്ടുണ്ട്. മുറ്റത്ത് നേരെ കാണുന്നിടത്ത് തന്നെ തൊട്ടപ്പുറത്തെ പറമ്പിൽ തന്നെയാണ് കേട്ടോ പന്തൽ. അപ്പോൾ പിന്നെ ഈ വീഡിയോ ഞാൻ എടുത്തത് ഞാൻ പറഞ്ഞില്ലേ വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണ് അധികം ആൾക്കാരില്ലാത്തത്. പിന്നെ ഈ വീടും ഞങ്ങളും തമ്മിലുള്ള ദൂരം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ വിരിച്ചിടുന്ന പറമ്പിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പ് തന്നെയാണ് കേട്ടോ വീട് അതാണ് ഈ കാണുന്നത്. അടുക്കള ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കിയാൽ തന്നെ വീട് കാണാം കേട്ടോ. അപ്പോൾ ഇനി ഞായറാഴ്ചത്തെ വിശേഷമാണ് കേട്ടോ. ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ പന്തലൊന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. പ്രസാദേട്ടനൊക്കെ രാവിലെ പോയി അവിടെ ഭയങ്കര പണിയിലാണ്. അങ്ങനെ ഞങ്ങളൊക്കെ കുളിച്ചൊരുങ്ങി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടി ഷിജിയും പ്രകാശേട്ടനും ഒരേ കളറിലെ ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ മാത്രമല്ല കേട്ടോ ഒരേ കളറിലെ ഡ്രസ്സ് ഇട്ടത്, പിള്ളേരും ഉണ്ട് കേട്ടോ. പിള്ളേർ കണ്ടോ നല്ല അടിപൊളിയായിട്ട്, ഈ കളറ് നല്ല രസമുണ്ടല്ലേ. ഏതായാലും ഡ്രസ് കോഡ് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇപ്പോൾ നമ്മുടെ വീട്ടുകാരിനെ കാണണ്ടേ. ഷിജി നല്ല സുന്ദരിയായിട്ട് ഷോർട്ട് ഹെയറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അങ്ങനെ ഷിജീനെയും പിള്ളേരൊക്കെ കൂടെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഞാൻ കയറിയിട്ട് ഹാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഹാളിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ വീട്ടിലേക്ക് ആദ്യം കയറി വരുമ്പോൾ തന്നെ ഈ വീടിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് എനിക്ക് തോന്നിയത് ഈ ഹാളിലുള്ള ഈ ചുവർച്ചിത്രമാണ് കേട്ടോ. നല്ല ഭംഗിയിൽ കൃഷ്ണനും രാധേനെയും വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ചുവർച്ചിത്രം കാണാൻ. ഒരു മ്യൂറൽ പെയിൻറ്റിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഏതായാലും ഈ വരച്ച ആളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചിത്രം ഈ ഹാളിനൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ട്, നല്ലൊരു അട്രാക്ഷൻ. ഈ വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് തന്നെ അതിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോന്ന് പറയില്ലേ, ഓരോ ഭാഗങ്ങൾ എടുത്ത് കാണിക്കുക എന്ന് പറയില്ല, അതുപോലെ ഈ ഹാളിൽ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതേതായാലും ഒരു പ്രത്യേക രീതിയിലായിപ്പോയിട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
പിന്നെ വരുന്നവരും പോകുന്നവരെല്ലാം ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാനെടുത്തത് എപ്പോഴാണെന്ന് അറിയോ? വീട്ടിലുള്ളവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ആ സമയത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്തത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഒരു ബെഡ്റൂമിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. ഇത് കുട്ടികളുടെ ബെഡ്റൂമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനുണ്ട്, സൗമ്യേൻ്റെ കുട്ടികളുണ്ട്, പിന്നെ സജിനേച്ചിയുണ്ട്, പിന്നെ എൻ്റെ മാമിയുണ്ട്, മാമീൻ്റെ മകൾ മീനുട്ടിയുണ്ട്, പിന്നെ അടുത്തുള്ള ആൾക്കാരാണ് അധികവും, പിന്നെ ബന്ധുക്കളായിട്ടുള്ളവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ വിശേഷങ്ങൾ പറയുന്നുണ്ട്, റൂമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ സുന്ദരീനെ കണ്ടോ? ഇത് ഷിജീൻ്റെ ഏട്ടൻ്റെ ഭാര്യ ബിന്ദേച്ചിയാണ് കേട്ടോ. അതായത് ഞങ്ങളെ ചങ്ക് ബിന്ദേച്ചി നല്ല അടിപൊളി സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരുന്നവരെയും പോകുന്നവരെയൊക്കെ നോക്കി, ഡ്രസ്സൊക്കെ നോക്കി, മേക്കപ്പ് നോക്കി, അങ്ങനെ ഓരോ അഭിപ്രായം പറഞ്ഞിങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പന്തലിലേക്ക് പോയതാണ് കേട്ടോ. പന്തലിൽ എന്താ തിരക്ക്, ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞങ്ങൾക്കൊരു 10-15 മിനിറ്റ് ഞങ്ങളവിടെ പന്തലിൽ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് കേട്ടോ. ഞാനും സജിനേച്ചും ഒപ്പമാണ് ഇരുന്നത്. പിന്നെ സൗമ്യയും കുട്ടികളും വേറൊരു ഭാഗത്തും കൂടി കേട്ടോ ഇരുന്നത്. അപ്പോൾ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ചോറ്, സാമ്പാർ, മീൻകറി, ചിക്കൻ വരട്ടിയത്, പച്ചടി, അവിയൽ, ഉപ്പേരി, അച്ചാർ, പപ്പടം, പിന്നെ അതിൻ്റെ കൂടെ നല്ല പാൽപ്പായസം. ഈ ഭാഗങ്ങൾ അധികവും ഇങ്ങനെയാണ് കേട്ടോ ഭക്ഷണത്തിന് ഉണ്ടാവുക. വെജും നോൺ വെജൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റിൻ്റെ ഭക്ഷണമായിരുന്നു. അതൊക്കെ ഭക്ഷണം കഴിച്ച് ഞങ്ങളിതാ നേരെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. ഭക്ഷണം കഴിഞ്ഞ് നല്ല വിശ്രമത്തിൽ മുകളിൽ കാന്താരിപ്പെണ്ണ് കേട്ടോ. ഇതാണ് നമ്മുടെ സൗമ്യൻ്റെ ചെല്ലക്കുട്ടി. എൻ്റെ പേര് പറഞ്ഞാൽ ആഷ്മികല്ലേ? ആഷ്മിക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വീടിൻ്റെ നേരെ മുകളിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. മുകളിൽ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുകളിലത്തെ വ്യൂ കണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ 2 തട്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇഷ്ടം പോലെ പച്ചക്കറി നടാനുള്ള സ്ഥലമാണ്. നല്ല വെയിലാട്ടോ. ഇന്നലെ എല്ലാം മിഞ്ഞാന്ന് രാത്രി നല്ല മഴ ഉച്ചയ്ക്ക്. ഞാൻ കുറച്ച് മുൻപ് വീട്ടിൽ കൂടുതലിട്ടുന്ന ആ വീടാണ് കേട്ടോ. ഇതാ വീട്. പിന്നെ ഇവിടെ നിറയെ വീടുകളുണ്ട്. എൻ്റെ വീട് ഇതാ ഇവിടുന്ന് നോക്കിയാൽ തന്നെ അങ്ങനെ കാണും. അതാണ് നമ്മുടെ വീട്. അതാ കാണുന്നത്. അവിടെ ഡ്രസ്സൊക്കെ വിരിച്ചിട്ട് അതാണ് എൻ്റെ വീട്. ഈ 2 വീടിൻ്റെ നടുക്കൊരിക്കൽ സ്ഥലമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ മുകളിൽ അടുക്കള ഭാഗത്തുള്ള ടെറസിൻ്റെ അവിടെയാണ് കേട്ടോ. അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. പിന്നെ മുകളിൽ അത്യാവശ്യം സൗകര്യമുണ്ട്. വലിയൊരു ഹാള്, വലിയൊരു ബെഡ്റൂം, ഒരു ചെറിയ സിറ്റ് ഔട്ട്, ബാത്റൂം, പിന്നെ ഒരു റൂമും കൂടെ എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ മുകളിലത്തെ ഭാഗം പ്രത്യേകിച്ചൊന്നും വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല. അതെടുത്തിട്ടു എന്നേ ഉള്ളൂ. പിന്നെ അവർക്ക് താമസിക്കാൻ താഴത്തെ നില തന്നെ ധാരാളമാണ്. ഇവിടെ ഇവർ അച്ഛനും അമ്മയും 2 പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മുകളിൽ നിന്ന് വീണ്ടും താഴത്തെ ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചുവർ ചിത്രത്തിൻ്റെ അടുത്താട്ടോ എല്ലാവരും. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആരുമില്ല. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടോ. സമയം ഒരു 3:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുക, ഫോട്ടോ എടുക്കുക, എന്തൊക്കെ കോപ്രായാണെന്നറിയാം ഇവിടെ നിന്ന് കാണിച്ചു കൂട്ടുന്നത്. പിന്നെ എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമായിട്ടോ. വലിയ വീടുമല്ല, ചെറിയ വീടുമല്ല, ഒരൊത്തൊരു വീട്. ഒരു ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയൊരു വീട്. ഏതൊരു സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീടാണല്ലോ അല്ലേ. സജിനി മാഡം വരുന്നു. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയതുകൊണ്ടേ ഒരുവിധ ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ റൂമിൽ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീഡിയോസ് ഫോട്ടോസ് എടുക്കുകയാണ്. സൗമ്യയുടെ ചെറിയ കാന്താരി ആശ്മിക ഞാൻ ഫോണും കൊണ്ട് വരുമ്പോൾ മാറി കളിക്കുന്നുണ്ടോ. വീഡിയോയിലൊന്നും പെടണ്ട, എന്നെ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ മാറി കളിക്കുന്നത് കേട്ടോ. ആശ്മിക ഇത് വേറെ 2 ബെഡ്റൂമും പിന്നെ ഹാള്, ഞാനിതാ വീണ്ടും ഈ ചുവർ ചിത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എൻ്റെ സാരി എങ്ങനെയുണ്ട്? സാരി അടിപൊളിയല്ലേ? എൻ്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ ഇത്. എൻ്റെ സാരി അല്ല കേട്ടോ. ഞാനൊരു 6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും സാരി ഉടുക്കുകയാണ് കേട്ടോ. ഈ സാരി എന്ന് പറഞ്ഞ സാധനം എനിക്ക് കാണുന്നതും ഉടുക്കുന്നവരൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് അത്ര കംഫർട്ടായിട്ടുള്ളൊരു വേഷമായിട്ടല്ല സാരി തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ സാരി ഉടുക്കാത്തത് കേട്ടോ. അതുകൊണ്ട് സാരി കളക്ഷനൊന്നും എനിക്കില്ല. ഇപ്പോൾ ഈ സാരി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഓണത്തിന് അച്ചു എടുത്ത് കൊടുത്ത സാരിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഉടുത്ത് നോക്കിയാലെന്ന്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ഉടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സാരി ഉടുത്ത് തന്നത് ആരാന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് രഞ്ജിതയാണ് കേട്ടോ. അവർ 2 ദിവസം മുൻപ് തന്നെ സാരി നല്ല ഡ്രാപ്പ് ചെയ്ത് നല്ല പിൻ ചെയ്ത് സൂപ്പറാക്കി തന്നതാണ് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞാനിങ്ങനെ സാരി സൂപ്പറായിട്ട് ഉടുത്തത്. എനിക്ക് സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് അറിയില്ല. അതിന് രഞ്ജിതയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഏതായാലും സാരി ഉടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കാതെ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒന്ന് കമൻറ്റിൽ പറയാം. അങ്ങനെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ഞാൻ വീണ്ടും ഇതാ നമ്മുടെ ഗൃഹനാഥ നമ്മുടെ ഷിജി കുട്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് കുറച്ച് നേരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ ഇതാ നേരെ വീട്ടിലേക്ക് പോരാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സൗമ്യയും സജിനേച്ചിയൊക്കെ പോയി. അവരിനി കുറച്ച് കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞിട്ട് കേട്ടോ അവർ പോയത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി മാറ്റി വീണ്ടും പന്തലിലേക്ക് തന്നെ പോകണം കേട്ടോ. ഇനി വൈകുന്നേരം ആയല്ലോ. അപ്പോൾ 5 മണിക്ക് ശേഷം 4:30-5 മണിയൊക്കെ ആകുമ്പോൾ പൂരിയും കറിയും ചായയാണ് കേട്ടോ കൊടുക്കുക. ചോറ് വേണ്ടവർക്ക് ചോറ് കൊടുക്കും. അധികം പേരും വൈകുന്നേരം ലഘുഭക്ഷണമാണല്ലോ കഴിക്കുക. പിന്നെ എല്ലാവരും വരും കേട്ടോ, പാത്രങ്ങൾ കഴുകി കൊടുക്കാനും അങ്ങനെ ഒരുപാട് സഹായത്തിന്. നല്ല സഹകരണമാണ് കേട്ടോ ഇവിടെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആണും പെണ്ണും കൈ മെയ് മറന്ന് സഹായിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ ഡ്രസ്സൊക്കെ മാറ്റി നേരെ പന്തലിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പുതിയ വീട്ടിലേക്ക് കുടിയേറി പാർത്ത എൻ്റെ ഫ്രണ്ട് ഷിജിക്കും കുടുംബത്തിനും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യ സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ജീവിതമായിരിക്കട്ടെ. ഈ പുതിയ വീട്ടിൽ ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി, ശാന്തിയോടു കൂടിയും സമാധാനത്തോടു കൂടിയും നല്ല ഒത്തൊരുമയോടു കൂടി സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ അവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. താങ്ക് യു.